ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പത്തിരിയാണ്. അതിന് നമുക്ക് അരിപ്പൊടി എടുക്കാം. അതിലേക്ക് ചെരുകി വെച്ച നാളികേരം, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറുള്ളി, ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കൈകൊണ്ട് തിരുമ്മി എടുക്കണം. നമ്മൾ എത്രത്തോളം തിരുമ്മുന്നോ അത്രത്തോളം ടേസ്റ്റും ആയിരിക്കും ഈ പത്തിരി. ഇനി ചൂടുവെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച് വന്ന ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നല്ല ടൈറ്റായിട്ട് എടുക്കാം. മാവിനെ ലൂസാവരുത്, നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവണം. വല്ലാണ്ട് ടൈറ്റ് ആവാൻ വേണ്ട. നമുക്കൊരു ഇല എടുത്തിട്ട്, ഇല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് എണ്ണ തടവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ കൈപ്പത്തിരി പരത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ചെറുതായിട്ട് എണ്ണ തൂവുകയും നെയ്യ് തൂവുകയും ചെയ്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ അപ്പുറം മറിച്ചിടാം. ബ്രൗൺ അല്ല, ഗോൾഡൻ കളറാകുമ്പോൾ മറിച്ചിടാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. കോഴിക്കറി, കടലക്കറി, ഏത് കറിക്കും നമുക്ക് ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും കട്ടൻ ചായക്കോ പാൽ ചായക്കൊപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ കൈപ്പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. Thank you for watching.